നാട്ടികയിൽ CPI-യുമായി ഇടഞ്ഞ CC മുകുന്ദനെ കോൺഗ്രസ് കൈവിട്ടെന്ന് സൂചന. ഡൽഹിയിൽ തങ്ങുന്ന CC മുകുന്ദന് KC വേണുഗോപാൽ ഇതുവരെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയിട്ടില്ല. ശരത്ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്ലാൽ, നാട്ടികയിൽ വിസ്മയം വേണ്ടതില്ല എന്നാണോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം? അതുതന്നെയാണ്. അദ്ദേഹം 3 ദിവസമായി ഡൽഹിയിൽ തങ്ങുന്നു. ഈ തങ്ങിയ എപ്പോഴൊപ്പം നിനക്ക് 3 ദിവസം എന്ന് വെച്ചാൽ അന്ന് ആ 2 ദിവസങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രിയോടെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ എത്തിയിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാർ ഇന്ന് ഡൽഹിയിലുണ്ട്. അല്പസമയം 10:20 VD സതീശനും അതേപോലെ തന്നെ മറ്റു കോൺഗ്രസ് നേതാക്കളൊക്കെ കൂടി. എന്നാൽ KC വേണുഗോപാലിനെ കാണാനുള്ള ഒരു അവസരം, അദ്ദേഹത്തുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഇതുവരെ CC മുകുന്ദന് ലഭിച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് പിടികൊടുക്കാതെ മാറി നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഇതിന് CC മുകുന്ദൻ പാർട്ടി വിടുമ്പോൾ ഇത്തരമൊരു ഉറപ്പൊന്നും കോൺഗ്രസ് നൽകിയിരുന്നില്ല. അത് തന്നെ തെളിയിക്കുന്നതാണ് ഇതുവരെ CC മുകുന്ദന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ KPCC നേതാക്കളോ ഒരു കാര്യം പോലും പറയാത്തത്. എന്നാൽ G സുധാകരന്റെ കാര്യത്തിൽ അല്പസമയം മുമ്പ് ബെന്നി ബെഹനാൻ പറഞ്ഞത് G സുധാകരന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പോലും അത്തരമൊരു വ്യക്തി കോൺഗ്രസിൽ അല്ലെ അത്തരം വ്യക്തി ഏറ്റവും കൊണ്ട് പിന്തുണ നൽകാൻ അർഹതനാണ് എന്നതാണ് ബെന്നി ബെഹനാൻ പറഞ്ഞത്. ഏതായാലും G സുധാകരന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഒരു കരുതലോ അല്ലെങ്കിൽ അത്തരമൊരു നിലപാടോ അല്ല CC മുകുന്ദന്റെ കാര്യത്തിൽ എന്നാണ് വ്യക്തമാക്കുന്നത്. നാട്ടികൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടികയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഒരു CC മുകുന്ദൻ ഇവിടെ വന്ന് കോൺഗ്രസിന്റെ പിന്തുണ നേടുന്നത് നേരിട്ട് ഒഴിവാക്കുക എന്ന തന്ത്രപരമായ ഒരു നയമാണ് ഇപ്പോൾ ഇതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയ സനീഷ്, CC മുകുന്ദന്റെ കാര്യത്തിൽ ആദ്യത്തെ ഒരു വിസ്മയം എന്ന മട്ടിലാണ് പരിഗണിച്ചതെങ്കിൽ എനിക്ക് തോന്നുന്നു CC മുകുന്ദൻ ഒന്ന് എടുത്തു ചാടി വളരെ വൈകാരികമായി പ്രതികരിച്ചു. ഞാൻ എന്താ പുറത്തേക്കാണെന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹം വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസിന്റെ പിന്തുണയാണ്. പക്ഷേ അത് ആ മട്ടിൽ നടന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ജില്ലാ നേതൃത്വത്തിന്റെ ഒരു അനുകൂല സൂചന ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നു എന്നാണ്. ഇപ്പൊ ജോസ് വള്ളൂർ ഡൽഹിയിൽ വെച്ച് CC മുകുന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആ പ്രദേശത്ത് നിന്നുള്ള നേതാക്കൾ എതിർത്തിരുന്നു. അങ്ങനെ കുറച്ച് കടുത്ത ഭാഷയിൽ എതിർത്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അത് പറഞ്ഞത്. പിന്നെ UDF ഇത്തവണ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തുകയും വിജയം ഉറപ്പാണ് എന്ന ഒരു ആത്മവിശ്വാസം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരുപാട് സീറ്റുകളിൽ അപ്പുറത്ത് വന്ന ആളുകളെ, ഇപ്പോൾ ഐഷ പോറ്റിയെയും പിന്നെ മറ്റുമൊക്കെ നേരത്തെ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ G സുധാകരന് കൊടുക്കുന്ന പിന്തുണ പോലെയല്ല CC മുകുന്ദന് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു തീരുമാനം എടുത്താൽ നന്നായി എന്നാണ് തോന്നുന്നത്.